അമ്മാസ് പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ഞാൻ അടുപ്പിച്ച് 3 സെയിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അധികം ഗ്യാപ്പില്ലാതെയാണ് ഓരോ വീഡിയോസും ഇട്ടത്. അതുകൊണ്ട് തന്നെ ആയിരുന്നോന്ന് അറിയില്ല, അത്യാവശ്യം കുറേ ഓർഡേഴ്സ് വന്നു. അതായത് കുറേ ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പെട്ടെന്ന് പറ്റാത്ത അത്രയും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്ന ഓർഡേഴ്സൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം അടുത്തൊരു സെയിൽ വീഡിയോ ഇട്ടാൽ മതിയെന്ന്. പോരാത്തതിന് ഓണവും അവധിയും കൂടി ആയിരുന്നില്ലേ, അപ്പോൾ കൊറിയർ സർവീസും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് ഓർഡേഴ്സ് ഓണത്തിന് മുമ്പ് അയച്ചു. പിന്നെ അവധി കാരണം പിന്നെ അയച്ചു കഴിഞ്ഞാലും അത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി പോവും. അപ്പം നമ്മുടെ ചെടികളൊക്കെ ലോസ് ആവും, ഡാമേജ് ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബാക്കി ഓണം കഴിഞ്ഞിട്ട് അയക്കാമെന്ന്. അപ്പോൾ ഞാൻ കസ്റ്റമേഴ്സിനോട് കുറച്ച് പേരോട് പറഞ്ഞു ഓണം ഇത്തിരി ഡിലേ ഉണ്ട്, ഓണം കഴിഞ്ഞിട്ടേ ബാക്കി അയക്കുള്ളൂ എന്ന്. അപ്പോൾ അതിന് പ്രകാരം ഓണം കഴിഞ്ഞു, കൊറിയർ സർവീസ് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനും എൻ്റെ ചെടികളുടെ ഇതും റീസ്റ്റാർട്ട് ചെയ്തു. എല്ലാ വന്ന പെൻഡിങ് ഓർഡേഴ്സും ക്ലിയർ ചെയ്തു. അവർക്കൊക്കെ ഞാൻ റെസിപ്റ്റും അയച്ചു കൊടുത്തിട്ടുണ്ട്. കിട്ടിയവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഹെൽത്തി പ്ലാന്റ്സ് ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓണമൊക്കെ ആയതുകൊണ്ട്, നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് കൊറിയറിനൊക്കെ ഡിലേ ആകുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, കുഴപ്പമൊന്നുമില്ല. കൊറിയർ സർവീസൊക്കെ പക്കായായിരുന്നു. DTDC കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്, എല്ലാ ചെടികളും വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. ഒന്നും നമ്മൾ പുറത്തുനിന്ന് തരുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും വളരെ ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എല്ലാ ചെടികളും ഹെൽത്തിയാണ്. പിന്നെ എനിക്കും ഒരു കാര്യം കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ ആദ്യം ഞാൻ അയച്ചൊരു കൊറിയർ ആയിരുന്നു. കുറച്ച് ഓർഡേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് ഇന്നലെ കുറച്ച് ഫോട്ടോസ് ഇട്ട് തന്നു. ഞാൻ അയച്ചു കൊടുത്ത ചെടികളൊക്കെ എല്ലാം ഓക്കെ ആണ് എല്ലാം പറഞ്ഞ് ചെടിച്ചട്ടിയിൽ അവർ നട്ട് ആ ഒരു ഫോട്ടോസ് എനിക്ക് ഇട്ട് തന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്ലാന്റ്സൊക്കെ നമ്മൾ അയച്ചു തരുന്നത് അങ്ങനെയൊക്കെ ഇടുവാണ്, തിരിച്ച് ഫോട്ടോ ആയിട്ട് ഇട്ട് തരുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ സന്തോഷം. ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചെടികൾ. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോയുടെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ എന്താ പറയാനുള്ള, എപ്പോഴും പറയണ പോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നോക്കിക്കോളൂ, ഇതൊക്കെയാണ് ചെടികൾ. താങ്ക് യു.